ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവവചനം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അധരങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ കർത്താവേ. അവിടുത്തെ ജീവന്റെ വചനങ്ങൾക്കായിട്ട് അവിടുന്ന് നല്ല നിലം ഒരുക്കുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പാകപ്പെടുത്തണമേ. വിതയ്ക്കുന്നത് വഴിയിൽ വീണു പോകാതെ കർത്താവെ അവിടുന്ന് കാത്തുകൊള്ളണമേ കർത്താവെ. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ നിത്യതയ്ക്ക് ഉതകുന്ന രീതിയിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ ബലം ഞങ്ങൾക്ക് തരണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മള് ഈ പാടിയ ഈ പാട്ടില് ഒരു വരിയുണ്ട്, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. അപ്പോൾ ഇത് നമ്മള് നമ്മുടെ യൂത്ത് കോൺഫറൻസിന്റെ തീമായിട്ട് വളരെയധികം യോജിച്ചു പോകുന്ന ഒരു പാട്ടാണ്. എബ്രായ ലേഖനത്തില് ക്രിസ്തുവിന്റെ നിന്ന ഈ വാക്കില് കേട്ടു, ഈ പാട്ടിൽ കേട്ടു. അപ്പോ ഇന്നലെ ഈവനിങ് പ്രത്യേകിച്ച് പ്രിയ സഹോദരൻ സുനിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം നമ്മൾ ഓരോരുത്തരെയും, നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ അടുക്കിലേക്ക് വിളിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ദൈവം പ്രത്യേകിച്ച് രണ്ട് തരത്തിലുള്ളവരെ വിളിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒന്ന്, ഹൃദയം നുറുങ്ങിയും തകർന്നും ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ആവശ്യബോധത്തിൽ ഇരിക്കുന്നവരെ ദൈവം വിളിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ, നിങ്ങൾ കേൾക്കുന്ന ശ്രവിക്കുന്ന ശബ്ദം ഞങ്ങളുടേതാണ്. പക്ഷെ നിങ്ങൾ വിളിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വിളിക്കുന്നത്, ദൈവത്തിന്റെ മഹാസ്നേഹം, മഹാകരുണ നിമിത്തം ദൈവം തന്നെ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന്, നമ്മൾ നുറുങ്ങിയും തകർന്നും ഇരിക്കുന്ന ഹൃദയമുള്ളവരെ ദൈവം വിളിക്കുന്നുണ്ട്. രണ്ട്, നമ്മളെ ദൈവം പ്രാഥമികമായിട്ട് വിളിക്കുന്നത് സ്വർഗത്തിൽ പോകാനല്ല. ഈ ഭൂമി കഷ്ടപ്പാടുകളും രോഗങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ മെച്ചമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെയല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മളെ വിളിക്കുന്നത് ക്രിസ്തുവിന്റെ അനുയായികളാകാനും അവനോട് അനുരൂപപ്പെടുവാനും ഈ ലോകത്തില് ക്രിസ്തുവിന്റെ നിന്ദ ചുമക്കാനുമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കൂട്ടാളികളാകാനുമാണ്. ആ വചനങ്ങളെല്ലാം നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചുവല്ലോ. ഇതില് ഒരു വചനം എബ്രായ ലേഖനത്തില് അവസാന അധ്യായം, എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തില് 12-ാമത്തെ വചനം, യേശുവിനെ കുറിച്ചുള്ള ഈ വചനങ്ങൾ, എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇതൊത്തിരി നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രസക്തമായ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കുഞ്ഞുങ്ങളും നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വചനമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ പല സുവിശേഷ വിഹിത സഭകളും പ്രോസ്പെരിറ്റി ഗോസ്പൽ, അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെയും അല്ലെങ്കിൽ ഹീലിംഗിന്റെ ഒക്കെ സുവിശേഷം പറയുന്ന സമയത്ത് യേശുക്രിസ്തു വിളിച്ചതുപോലെ താഴെ വീണ്, ഗോതമ്പ് മണി താഴെ വീണ് പോലെ മരിക്കുവാനും സ്വന്തം കുരിശെടുത്ത കർത്താവിനെ സ്നേഹിപ്പാനും, ഈ ലോകം നിത്യമായിട്ടുള്ളതല്ല, വരുവാനുള്ള ലോകത്തിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്. നമ്മള് ഈ കാണുന്ന ലോകത്തിലെ പ്രജകളല്ല, നമ്മുടെ സിറ്റിസൺഷിപ്പ് ഇവിടെയല്ല എന്ന ഉറപ്പോടുകൂടി ഒരു വരുവാനുള്ള ലോകത്തില് ആ ഒരു പോക്കിൽ പോകുവാൻ ഈ കാലഘട്ടത്തില് നിശ്ചയമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രഡക്ഷനോട് കൂടി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. എബ്രായ ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായം, അതില് 1-ാമത്തെ വചനം. അപ്പോ ഇവിടെ ഈ 12-ാമത്തെ അധ്യായത്തില് നമ്മള് ഈ ദൈവത്തിന്റെ വലിയ വിളി നമ്മൾ ഇന്ന് കേട്ടതുപോലെ നമ്മളെ ഓടുവാൻ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ട്രാക്കിലേക്ക് ഓടുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് തൊട്ട് മുമ്പിലത്തെ അധ്യായം 11-ാമത്തെ അധ്യായം 40-ാമത്തെ വചനത്തിൽ വായിക്കുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു.
മുൻകരുതിയിരുന്നു. അവിടെ നമ്മൾ വിശ്വാസ വീരന്മാരെ കുറിച്ചും കേട്ടു. പലരും അവരെക്കുറിച്ച് നമ്മൾ ഇന്ന് പാടിയതുപോലെ അവർ ഈ ലോകത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ അവർ ജീവിച്ചു. പക്ഷെ അവര് അനുഭവിച്ചതിൽ കൂടുതൽ, അല്ലെങ്കിൽ അതിലധികമായിട്ട്, അതിലും മെച്ചമായതൊന്ന് ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. ദൈവം കുഞ്ഞുങ്ങളെ നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നന്മയല്ലാതെ ഒന്നും അവൻ നമുക്ക് വേണ്ടി കരുതിയിട്ടില്ല. പല പാട്ടുകളിലും പാടുന്നത് പോലെ തിന്മയായതൊന്നുമില്ല, നന്മയായത് മാത്രമേ അവൻ നമ്മൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളൂ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ അത് ഏറ്റവും മഹത്തരവും ഏറ്റവും ആനന്ദദായകവുമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ഭയമെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയണം. ഞാനൊരു സമർപ്പണത്തിലേക്ക് വന്നാൽ, ഞാൻ ക്രിസ്തുവിന്റെ ഒരു അനുയായിയായിട്ട്, ഞാൻ ഇവർ സഹോദരന്മാരൊക്കെ പറയുന്നത് പോലെ ലോകത്തെ വെറുത്തൊക്കെ ജീവിച്ചാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പലതും നഷ്ടപ്പെടുമോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ വരാം. അല്ല, അങ്ങനെയല്ല. അപ്പോ നമുക്ക് അടുത്ത വചനത്തിലേക്ക് നോക്കുമ്പോൾ, നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്കും ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം, പല ഭാരങ്ങളും വിട്ട് നമ്മളോട് വിട്ടുകളയാനാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ, ക്രിക്കറ്റിന്റെ അവസാന ഇന്നിങ്സ് പോലെ, നമുക്ക് അതിൻ്റെ അകത്ത് വളരെ ചെറിയൊരു റോളുണ്ട്. ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അതിനോട് പ്രതികരിക്കണം. ദൈവം ആദ്യ സ്നേഹം, നമ്മളെ ആദ്യം ദൈവമാണ് കണ്ടെടുത്തത്. നമ്മളെ അവൻ സ്നേഹിച്ചു. അവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ അവനെ തിരിച്ച് സ്നേഹിക്കുന്നു. അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നമുക്ക് അതിനൊരു പ്രതികരണമുണ്ട്. സകല ഭാരവും വിട്ടുകളയുക. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും ഓരോ കാര്യമായിരിക്കാം. ഇപ്പോ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് കാലയളവിൽ എൻ്റെ ഉള്ളിൽ ഭാരമായിട്ടുണ്ടായിരുന്നത് എൻ്റെ പാപത്തിന്റെ ഭാരമായിരുന്നു. അത് എത്ര നാൾ എനിക്കറിയില്ല. പല വഴികൾ നോക്കി. നിങ്ങൾ ഈ മലയാറ്റൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പറ്റി കേട്ട, വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് ചിലർ ആചരിക്കുന്ന ആ സ്ഥലത്ത് വെള്ളിയാഴ്ച തോറും കുന്നിന്റെ മുകളിലേക്ക് കയറും. അപ്പോൾ ആ കുന്നിന്റെ മുകളിൽ പലരും, ഞാൻ ചെരുപ്പിടാണ്ട് കയറിയിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നമ്മൾ പാവങ്ങൾ ഏറ്റു പറയും. അങ്ങനെയെല്ലാം ഞാൻ പലതവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു താൽക്കാലിക ആശ്വാസം അല്ലാതെ പാപത്തിന്റെ ഒരു ഭാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചില്ല. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളെ പാപത്തിന്റെ ഭാരം ചുമന്നിരിക്കുന്നുണ്ടോ? പാപഭാരം ഉണ്ടാകുന്നത് തെറ്റല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ഒരു രൂപാന്തരം വരുന്നതിന് മുമ്പ് പാപത്തിന്റെ ഭാരം, ആഴത്തിലുള്ള പാപത്തിന്റെ ഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല. കാരണം ദൈവം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉള്ളിൽ വരുമ്പോൾ നമ്മളെപ്പറ്റി പാപത്തെക്കുറിച്ച് നമ്മുടെ ബോധ്യം വരുത്തുകയാണ്. നമ്മൾ തലയിൽ ശേഖരിക്കുന്ന അറിവുകൾ ഉപയോഗിച്ച് നമ്മളെ മറ്റുള്ളവരെ വിധിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു രൂപാന്തരം വരികയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന വചനങ്ങൾ നമ്മുടെ തന്നെ പാപങ്ങളെക്കുറിച്ച് ഒരു അനുതാപവും ദൈവേഷ്ടപ്രകാരമുള്ള ഒരു ദുഃഖവും നമ്മുടെ ഉള്ളിൽ തരും. അത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കും. അപ്പൊ ഈ പാപഭാരം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ കേട്ടു, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ യോഗ്യനാണ്. അപ്പൊ അത് മാത്രമല്ല, ഒരു വചനം നിങ്ങളെ അതിൽ ഓർമ്മിപ്പിക്കുന്നു. എബ്രായ ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം. അവിടെ മൈക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും സഹോദരി എഴുന്നേറ്റെന്ന്, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ വായിക്കാം വചനം. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തെയും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ദൈവം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കടങ്ങൾ വീട്ടുക മാത്രമല്ല ദൈവം ചെയ്തിരിക്കുന്നത്. അതിവിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾക്ക് നിൽക്കുവാനായിട്ട് നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ചു എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് സാധ്യമല്ല. ദൈവത്തിന്റെ നീതിയാകുന്ന വിശുദ്ധിയുടെ വസ്ത്രം ദൈവം നമ്മെ ധരിപ്പിക്കുന്നു. അപ്പോ കർത്താവിന്റെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മുടെ പാപത്തിന്റെ ഭാരമായിട്ട് കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോൾ, മുടിയനായ പുത്രൻ തിരിച്ചു വന്ന പോലെ അവനെ പിതാവ് സ്വീകരിച്ചു. പക്ഷെ അവനെ ധരിക്കാൻ ഏറ്റവും മനോഹരമായ വസ്ത്രം അവിടെ നിന്ന് കൊടുത്തു.
അപ്പോൾ ദൈവത്തിന്റെ നീതിവസ്ത്രം നമ്മൾ ഓരോരുത്തരും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, നീതി വസ്ത്രം കൂടെ അവൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തില് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളോ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചുമക്കേണ്ട ആവശ്യമില്ല. ആ പാപത്തിന്റെ ഭാരം ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് നമ്മൾ വിട്ടുകളയണം. പല സമയത്തും സാത്താൻ നമ്മളെ ഇതെല്ലാം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും നമുക്ക് കർത്താവിന്റെ രക്തത്താലും നമ്മുടെ സാക്ഷ്യവചനത്താലും വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് അവനെ ഓവർകം ചെയ്യുവാൻ സാധിക്കും. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ പാപം ഭാരമായിട്ട് വരുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഞാൻ കേട്ടു നിങ്ങൾ 14 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയെ കുറിച്ചുള്ള ചിന്ത എന്നറിയാൻ അപ്പൊ എനിക്ക് എൻ്റെ ആ പ്രായത്തിലേക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോ ഞങ്ങള് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുക അതൊരു ഭാരമായിട്ടുള്ള കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണം. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ഭാരം എൻ്റെ തലയിൽ നിന്ന് മുടി കൊഴിയുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു പത്രത്തിൽ പരസ്യം കണ്ട ഒരു ഡോക്ടറിനെ കാണാൻ പോയി മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട്. അപ്പൊ ചോദിച്ചു, എന്നോട് ചോദിച്ചു എത്ര വയസ്സുണ്ട്? 24 വയസ്സുണ്ട്. കണ്ട ഒരു 30 തോന്നിക്കുമല്ലോ. ഞാൻ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. അപ്പൊ ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ ഭാരപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്ന് വെച്ചാൽ അത് ഒന്നൊന്നായിട്ട് കണക്ട് ചെയ്ത് ഈ ഫിസിക്സിലെങ്ങാണ്ട് ഒരു ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഒരു ആറ്റം ചെന്ന് രണ്ടെണ്ണത്തിനെ സ്പ്ലിറ്റ് ആക്കി വീണ്ടും. അപ്പൊ അതുപോലെ മുടിയില്ലെങ്കിൽ എങ്ങനെ കല്യാണം കഴിക്കും, കല്യാണം കഴിക്കാതെ എങ്ങനെ കുടുംബജീവിതം നയിക്കും? ഇതെല്ലാം നമ്മളെ ഇങ്ങനെ ഭാരപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷത്തില് കർത്താവ് സംസാരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഈ വചനത്തിലേക്ക് നോക്കുക. 6-ാമത്തെ അധ്യായം 25 മുതൽ 34 വരെയുള്ള കാര്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഇത് ഈ വചനങ്ങൾ നോക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടതുപോലെ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഒരു പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ വിചാരപ്പെടുന്നത് കൊണ്ട് തൻ്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. അപ്പൊ ഇവിടെ പറയുന്നു, ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇത്ര ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. 33-ാമത്തെ വചനത്തില്, അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് വേണ്ട സകലതും ദൈവം നമുക്ക് തരും എന്നുള്ള വാഗ്ദാനം ദൈവം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ മുൻപേ അല്ലെങ്കിൽ ഒന്നാമതായിട്ട് സകലത്തിന് മുൻപേ നമ്മൾ ദൈവത്തിന്റെ രാജ്യം അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്ക് തരും എന്ന് ദൈവം നമുക്കുള്ള വാഗ്ദത്തം ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ ഞങ്ങളുടെ സാക്ഷ്യങ്ങളോ എന്തെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഉറപ്പില്ലാതിരുന്ന അല്ലെങ്കിൽ ഉലഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യാശയുമില്ലാതിരുന്ന ജീവിതം, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ കർത്താവിന്റെ അടുത്തേക്ക് വിളിച്ചു. അവന് കർത്താവ് ജീവിതത്തിലുള്ള പുറകെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ച് തേടിപ്പിടിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം നമ്മളെ അന്വേഷിച്ച് പുറകെ വരുന്നത് പോലെ ഞങ്ങളുടെ പലരുടെയും അനുഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള ഭാരങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ പാപങ്ങളെ കുറിച്ചുള്ള ഭാരങ്ങളോ അല്ലെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്, ദൈവം നമ്മളെ രക്ഷിച്ചു അല്ലെങ്കിൽ നമ്മൾ രക്ഷയിലല്ലേ നമ്മളൊരു സമർപ്പണത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്നെല്ലാം വളരെ ഒരു കളർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു സിനിമാ കഥ പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ കർത്താവിന്റെ സ്നാന സമയത്ത് കർത്താവ്
സ്വർഗം തുറന്ന അനുഭവം ഉണ്ടായിരുന്നു. തുറന്നു. ആ, സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിരിക്കുന്നുവെന്ന് പിതാവിന്റെ സാക്ഷ്യം കർത്താവ് അവിടെ ഉറക്കെ കേട്ടു. പക്ഷെ അതിനുശേഷം കർത്താവ് എങ്ങോട്ടാണ് പോകുന്നത്? കർത്താവ് പോകുന്നത് സാത്താനുമായി പരീക്ഷിക്കപ്പെടേണ്ടതിന് ഒരു മരുഭൂമിയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ ക്യാമ്പിൽ വന്നു, നമ്മളൊരു സമർപ്പണത്തിലേക്ക് വന്നു, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പ് നൽകി. പക്ഷേ നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മളെ കാത്തിരിക്കുന്നത് മരുഭൂമിയിൽ സാത്താനായിരിക്കാം നമ്മളെ കാത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല കുഞ്ഞുങ്ങളെ, പക്ഷെ നിങ്ങൾ ഓർക്കണം, ദൈവം നമുക്ക് വേണ്ടി നമുക്ക് മുന്നേ നടക്കാത്ത ഒരു വഴികളിലും അവൻ നമ്മളെ നയിക്കുകയില്ല. നിങ്ങൾ പ്രാപ്തരല്ലാത്ത ഒരു വഴികളിലും ദൈവം നമ്മളെ നടത്തുകയില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പുറമെ ബുദ്ധിമുട്ട് തോന്നപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നടക്കാൻ ദൈവം നമ്മളെല്ലാം ഒരുപക്ഷെ അനുവദിച്ചേക്കാം. അത് പക്ഷെ ദൈവത്തിനെ കൂടുതൽ അറിയുന്നതിനും ദൈവത്തിന്റെ ബലത്തിൽ കൂടുതൽ നമ്മൾ ആശ്രയത്തിൽ വളരുന്നതിനും വേണ്ടിയാണ്. ഒരു വചനം ഇയ്യോബിന്റെ പുസ്തകത്തില് 23-ാമത്തെ അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 23:8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാലോ അവനെ കാണുകയില്ല. വടക്ക് അവൻ പ്രവർത്തിക്കുകയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. അപ്പോ ഈ യോബിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തയാണ്, ഞാൻ ദൈവത്തിനെ അറിയുന്നില്ല, ദൈവം എവിടെ? ഞാൻ ഇടത്തോട്ട് നോക്കി, കിഴക്കോട്ട് നോക്കി, പടിഞ്ഞാറോട്ട്, 4 സൈഡിലേക്ക് ഞാൻ നോക്കിയിട്ടും ദൈവത്തിനെ കാണുന്നില്ല. ദൈവം ഇല്ലേ? ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല, ദൈവം എന്നെ കൈവിട്ടോ? ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു 10-ാമത്തെ വചനം, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കുഞ്ഞുങ്ങളെ, നമ്മൾ നടക്കുന്ന വഴി, നിങ്ങൾ ഓരോരുത്തരും നടക്കുന്ന വഴി ഒരുപക്ഷെ നമ്മളുടെ മാതാപിതാക്കൾക്ക് പോലും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സഹോദരി സഹോദരങ്ങൾക്ക് പോലും അറിയില്ല നമ്മൾ നടക്കുന്ന വഴി. പക്ഷെ കർത്താവ് അത് അറിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുൻപാകെയുള്ള കൺഫ്യൂഷനുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. അപ്പോ ഈ സമയത്തെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അവനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, നമ്മൾ അവനിലേക്ക് നമ്മുടെ മുഖം തിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ ഭാരം നമ്മുടെ ഭാവിയെ കുറിച്ചുള്ളതായിക്കൊള്ളട്ടെ, നമ്മുടെ കഴിഞ്ഞുപോയ കാലയളവിനെ കുറിച്ചുള്ളതായിക്കൊള്ളട്ടെ, ഇന്ന് നിങ്ങൾ നേരിടുന്ന സംഘർഷങ്ങളോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ ഭാരങ്ങളെല്ലാം നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് സമർപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വിട്ടുകളയേണ്ടതാണ്. പിന്നെ അവിടെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കാര്യം, പാപം, നിങ്ങളെ ആ കീഴ്പ്പെടുത്തുന്ന പാപം, സിൻ ദാറ്റ് വിച്ച് എൻടാങ്കിൾസ് us, നമ്മളെ എപ്പോഴും കീഴ്പ്പെടുന്ന ആ ഒരു പാപം വിട്ടുകളയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒന്ന്, പാപം നമ്മളെ പിടിക്കും. 2, നമ്മൾ പാപത്തെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും പാപത്തെ പിടിക്കാതെ ഒരിക്കലും നമ്മളെ അടിമയാക്കുവാനായിട്ട് പാപത്തിന് സാധ്യമല്ല. നമ്മുടെ ഹൃദയത്തില് മാനസാന്തരത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷവും നമ്മൾ നടക്കുന്ന വഴികളിൽ പാപത്തോടുള്ള ഒരു വെറുപ്പ് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതോടൊപ്പം ഈ ലോകത്തിനോടും ഈ പാപത്തിനോടും അല്ലെങ്കിൽ സകല പാപത്തിനോടുള്ള ഒരു വെറുപ്പ് ദൈവം നമ്മുടെ ഉള്ളിൽ തരും. അപ്പൊ ആ പാപത്തിനോടുള്ള വെറുപ്പ് നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മളത് നമ്മളെ തന്നെ ശോധന ചെയ്യണം. കർത്താവെ, എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പണ്ട് ആദ്യ സ്നേഹത്തിൽ വന്ന സമയത്തെ പോലെ പാപത്തെ ഇപ്പോൾ വെറുക്കാനോ ഈ ലോകത്തെ വെറുക്കാനോ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മളത് പോകണം. അപ്പൊ അവിടെയും പാപത്തോട് നമുക്കുണ്ടായിരിക്കുന്ന മനോഭാവത്തെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷത്തില് 5-ാമത്തെ അധ്യായത്തില്. അപ്പോ പാപത്തോടുള്ള നമ്മുടെ മനോഭാവം, ഒരു പക്ഷേ ചില പാപങ്ങളിൽ നമുക്ക് ഒരു പൂർണ്ണമായ ഒരു വിജയം നേടുവാൻ ഒരു പക്ഷേ സമയമെടുത്തേക്കാം. പക്ഷെ പാപത്തോടുള്ള മനോഭാവം അത് നാളേക്ക് മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ ആ പാപത്തിനെ വെറുക്കുന്ന മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ കർത്താവ് പറയുന്നു, 29-ാമത്തെ വചനം, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം, വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക.
നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ഇത് നമ്മളോട് നമ്മുടെ കൈയും കാലും വെട്ടിക്കളയാനാണോ അവിടെ പറയുന്നത്? പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇടർച്ച വരുന്ന കാര്യങ്ങൾ എന്തെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും. അത് നമ്മളിൽ ഒരു സഹോദരന് ഇടർച്ച വരുന്ന കാര്യങ്ങളായിരിക്കില്ല മറ്റൊരു സഹോദരന്. പക്ഷേ അത് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ ചില കൂട്ടുകാരായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണോ. നമ്മുടെ ജീവിതത്തിൽ ഇടർച്ച വരുന്ന കാര്യങ്ങളോട് നമ്മൾ വേർപാട് പാലിക്കാതെ നമ്മൾ ദൈവത്തിനോട് പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നതിൽ എന്ത് കാര്യം? കർത്താവ് നമ്മളോട് എന്താ പറയുക? നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ യൗവനമോഹങ്ങളെ വിട്ടോടുവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പോൾ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സാഹചര്യത്തിൽ ഇടർച്ച വരുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനോട് ഇപ്പൊ നമ്മൾ ഈ വായിച്ചതുപോലെയുള്ള, അപ്പൊ ഇത് എനിക്ക് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല കർത്താവെ, എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇവിടെ ഈ വചനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എബ്രായ ലേഖനത്തിന്റെ 12-1 വചനത്തില് പറയുന്നത്, ഓട്ടത്തിനെ സംബന്ധിച്ച് അവിടെ ഒരു കാര്യം പറയുന്നത് സ്ഥിരതയെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12:1 സ്ഥിരതയോടെ ഈ ഓട്ടം ഓടുവാനായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ സുനിൽ ഇന്നലെ പറഞ്ഞ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു 100 മീറ്റർ ഓട്ടത്തിനല്ല, ഒരു മാരത്തോൺ റേസിനാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെ? മാരത്തോൺ റേസ് എന്ന് പറഞ്ഞാൽ ഒരു ആവേശത്തിന് എടുത്തു ചാടി ഓടി എങ്ങനെ എത്തി എന്നുള്ളതല്ല. സ്ഥിരതയോടെ, കൃത്യമായ ചുവടുവെപ്പുകളോടെ, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസമൊക്കെ നിയന്ത്രിച്ച് വളരെ ശ്രദ്ധയോടെ ഓടേണ്ട ആണ് ഒരു മാരത്തോൺ ഓട്ടം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയാത്തതാണ് സ്ഥിരത. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്ഥിരത വരുന്നത്? അല്ലെങ്കിൽ അടുത്ത ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ജെയിംസ് അല്ലെങ്കിൽ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, മനസ്സുള്ളവനെല്ലാം തന്റെ വഴികളിൽ അസ്ഥിരനായിരിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില വചനങ്ങൾ എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ഒരിക്കലും എന്റെ രാജ്യത്തിന് യോഗ്യനല്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ കലപ്പയ്ക്ക് കൈവച്ചിട്ട് ഒത്തിരി പ്രാവശ്യം തിരിഞ്ഞു നോക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതുപോലെ തന്നെ അസ്ഥിരമായ ജീവിതത്തിലെ അനുഭവങ്ങൾ പലയധികം എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സമയത്തെല്ലാം കർത്താവ് കാണിച്ചു തന്ന കാര്യം, നമ്മുടെ സ്ഥിരത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളോ ഒന്നുമല്ല. നമ്മുടെ സ്ഥിരത ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ച് നമ്മുടെ ഉള്ളിൽ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകരുന്നത് പോലെ അവന്റെ സ്ഥിരത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. അതിന് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള വിവിധ പരീക്ഷകളിലൂടെയാണ്. ഈ വചനം ഒന്ന് നോക്കും നിങ്ങൾ. യാക്കോബ് അല്ലെങ്കിൽ ജെയിംസിന്റെ ബുക്കിൽ 2-ാമത്തെ വചനം, 1-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ പരിശോധന നമ്മില് സ്ഥിരത ഉണ്ടാക്കുന്നുവെന്ന്. അപ്പോൾ സ്ഥിരത ഇല്ലാത്തവർക്ക് ദൈവം ഒരുപക്ഷെ വിശ്വാസത്തിന്റെ പരിശോധന അനുവദിച്ചേക്കാം. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ രക്ഷയിൽ വന്നു കർത്താവിനെ അറിഞ്ഞ സമയത്ത് ഞാൻ ആദ്യം വന്ന് എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മയോടാണ് ഇത് പറഞ്ഞത്. അമ്മ, ഇത് നമ്മൾ എത്ര നാളും പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, വേദപുസ്തകത്തിൽ ഇങ്ങനെയല്ല. അപ്പൊ ഞാൻ വിചാരിച്ചത്, അപ്പോൾ അമ്മ, മോനെ നീ ഇത് കണ്ടുപിടിച്ചല്ലോ എന്ന് കരുതി തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുമെന്നാണ്. പക്ഷെ അമ്മ എന്നോട് മറുപടി പറഞ്ഞത്, എടാ മകനെ, നിനക്കൊരു സ്ഥിരതയില്ലാത്തവനാ. അപ്പോ ഈ സ്ഥിരതയില്ലാത്തവനാണ്, നീ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും ഒരു ഉറപ്പുണ്ടാകില്ലെന്നാണ് അന്ന് എനിക്ക് കിട്ടിയ മറുപടി. പക്ഷേ ഈ കഴിഞ്ഞ 10-17-18 വർഷങ്ങളായിട്ട് സ്ഥിരതയില്ലാത്തിരുന്ന എന്നെ ദൈവത്തിന്റെ ബലത്താൽ, ദൈവത്തിന്റെ കരത്താൽ താങ്ങി എന്റെ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതെ കർത്താവിനെ നിർത്തിയിട്ടുണ്ട്. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, നമ്മളുടെ സ്ഥിരത നമ്മുടെ കഴിവല്ല. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, പലപ്പോഴും ഇതുപോലെയുള്ള മീറ്റിങ്ങിൽ വരുമ്പോൾ ദൈവത്തിനായിട്ട് നമ്മളെ വീണ്ടും സമർപ്പിക്കുക, അല്ലെങ്കിൽ നമ്മെ തന്നെ ദൈവത്തിന് വീണ്ടും കൊടുക്കുക, അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? പലപ്പോഴും നമ്മളും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. എന്നെ പൂർണ്ണമായിട്ട് ഞാൻ ദൈവത്തിന് സമർപ്പിക്കണം. അപ്പൊ നിശ്ചയമായിട്ടും വളരെ ശരിയാണ്. വേദപുസ്തകം പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിനെ അല്ലെങ്കിൽ ശരീരത്തിലെ അവയവങ്ങളെ
പാപത്തിന് നിങ്ങൾ മുമ്പ് സമർപ്പിച്ചതുപോലെ നീതിയുടെ ആയുധങ്ങളായിട്ട് ഇപ്പൊ വീണ്ടും സമർപ്പിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ മരിച്ചവരായിട്ട് എണ്ണുക എന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ നമ്മളുടെ സമർപ്പണത്തിന് അപ്പുറത്തേക്ക് ഇതിലുള്ള വലിയ രഹസ്യം കർത്താവെ, ഞാനൊരു സഹോദരൻ പറയുന്നത് കേട്ടാണ്. ഇപ്പൊ ക്രിസ്തീയ ജീവിതം അതിന്റെ പൊരുൾ എന്ന് പറഞ്ഞാല് നമ്മളെ തന്നെ ക്രിസ്തുവിന് കൊടുക്കുന്ന ഒരു പരിപാടി അല്ല പ്രാഥമികമായിട്ട്. എന്നാലോ ക്രിസ്തുവിനെ നമ്മൾക്ക് തരുന്ന പരിപാടിയാണ് ക്രിസ്തീയ ജീവിതം. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവൻ നമ്മളിലേക്ക് തരുന്നതാണ് പ്രാഥമികമായിട്ട് ക്രിസ്തീയ ജീവിതം. ഇപ്പോൾ നമ്മൾ കേട്ടു നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഒരു മെഡൽ അല്ല. ശരിക്കും ക്രിസ്തുവിന്റെ മഹാകരുണ നിമിത്തം, ക്രിസ്തുവിന്റെ നമ്മളോടുള്ള അളവില്ലാത്ത സ്നേഹ നിമിത്തം ബലഹീനരായ നമുക്ക് ക്രിസ്തു പകർന്നു തരുന്ന സ്നേഹമാണ്, ക്രിസ്തു പകർന്നു തന്ന ആ ജീവനാണ് നിത്യജീവൻ. അപ്പോൾ അത് യേശു ക്രിസ്തു തന്നെ ഒഴിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തരുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ ജീവൻ, ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്നു, നമ്മളെ കൊണ്ട് ഓരോരുത്തരെയും അവന് ആവശ്യമുണ്ട്. പക്ഷേ നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് അവന്റെ ജീവൻ നമ്മളിൽ പകർന്നു തരുവാനും ആ ജീവനോടൊപ്പം നമുക്ക് വരുന്ന സമാധാനവും പ്രത്യാശയും സ്ഥിരതയും എല്ലാ ഫലത്തോടും എല്ലാ ഗുണങ്ങളോടും ഒപ്പം ആ ജീവിതം നമ്മുടെ ഉള്ളിൽ തരുവാനുമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ആയിരിക്കുന്ന സമയങ്ങളിൽ നമ്മളെ കർത്താവിലേക്ക് ഉറ്റുനോക്കുക. ആ ജീവന് വേണ്ടി, ആ ജീവൻ പ്രാപിക്കാൻ വേണ്ടി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ ആ ജീവന്റെ പുതുവഴി, നമ്മുടെ ആ തിരശീല കീറി ജീവന്റെ പുതുവഴി കർത്താവ് തുറന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ വഴിയിലൂടെ കടന്നു പോകാനുള്ള സ്ഥലമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെയും പേരുകൾ ആ വഴിയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള കൃപയും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാട്ടിൽ പാടുന്നത് പോലെ അതിധൈര്യമായിട്ട് കൃപാസനത്തിന്റെ അന്ത്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് തന്നെ നടന്നു ചെല്ലാം. ക്രിസ്തുവിനോട് ചോദിക്കാം, കർത്താവെ, എനിക്ക് നിന്റെ ജീവൻ എൻ്റെ ജീവിതത്തിൽ പകരണം. എൻ്റെ കയ്യിലുള്ള ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്, എൻ്റെ തന്നെ ജീവിതമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നീ എന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ ഒരു മാനപാത്രമാക്കി മാറ്റണം. അതിൽ വന്നിട്ട് നിന്റെ ജീവൻ നീ പകരണം. എൻ്റെ ജീവൻ കൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല, നിന്റെ ജീവൻ എന്നിൽ പകരണം എന്നുള്ള കരച്ചിലോടുകൂടി നിന്നാൽ ദൈവത്തിന്റെ ജീവൻ നമുക്ക് ചോദിക്കുന്നതിലും നമ്മൾക്ക് മനസ്സിലാക്കുന്നതിലും അത്യന്തം അധികമായിട്ട് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അടുത്ത സെഷനിലേക്ക് കിടക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, അവിടുന്ന് കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത് നീതിമാന്മാരെ അല്ല പാപികളെ വിളിക്കാൻ അത്രയെന്ന്. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉള്ള ആവശ്യം അവിടുന്ന് കാണുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് വർഷങ്ങളോളം അവിടുത്തെ പ്രവാചകന്മാരിലൂടെയും അവിടുത്തെ ഇടയന്മാരിലൂടെയും അവിടുന്ന് ഞങ്ങളോട് വളരെയധികം സംസാരിച്ചു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒത്തിരി കുറവ് ഞങ്ങൾ കാണുന്നു. എന്നാൽ ആ കുറവിലേക്ക് നോക്കി നിൽക്കാതെ അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തി ക്രൂശിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ സ്നേഹത്തിലേക്ക്, അല്ലെങ്കിൽ ആ ക്രൂശിന്റെ വഴികളിലേക്ക് നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഉള്ളില് ഞങ്ങളുടെ ജീവൻ മാറ്റി കർത്താവെ, അവിടുത്തെ ജീവൻ അവിടുന്ന് പകരണമേ കർത്താവെ. പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ കർത്താവെ, അവിടുന്ന് ശമരിയ സ്ത്രീക്ക് വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവെ, ആ ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാൻ പാകത്തിന് കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളം അവിടുന്ന് നിറയ്ക്കണമേ കർത്താവെ. രക്ഷയെക്കുറിച്ചോ കർത്താവെ, ശുദ്ധീകരണത്തെക്കുറിച്ചും കർത്താവെ ഉറപ്പില്ലാത്തവർക്ക് കർത്താവെ, അവിടുന്ന് രക്ഷയുടെ ഉറപ്പും കർത്താവെ, മുൻപോട്ട് പോകാനുള്ള ബലവും അവിടുന്ന് പകരണമേ കർത്താവെ. പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കർത്താവെ, അവിടുന്ന് അധികമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ബലവും അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടുന്ന് നൽകണമേ കർത്താവെ. ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുൻപോട്ട് പഠിക്കുവാനും മുൻപോട്ട് ജോലിക്കുമായിട്ട് ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല ആഗ്രഹങ്ങളും അവിടുത്തെ നാമമഹത്വത്തിനനുസരിച്ച് അവിടുന്ന് പൂർത്തീകരിക്കണമേ. ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പിതാവേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.